വൈദികരെ ഓടിച്ചിട്ടടിക്കുന്നതും കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതും കേരളത്തിൽ ക്രിസ്തീയ സഭകളെ ഒപ്പം കൂട്ടി ഭരണം പിടിക്കാനുള്ള BJP അജണ്ടയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നു. ദേശവ്യാപകമായി ക്രൈസ്തവ പുരോഹിതർക്കും സന്യാസിനികൾക്കുമെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും RSSൻ്റെയും അതിൻ്റെ മുഖപത്രത്തിൻ്റെയും ക്രൈസ്തവ വിരുദ്ധ നയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേരളത്തിലെ BJP അജണ്ടയ്ക്ക് തിരിച്ചടി. കേരളത്തിൽ ഭരണത്തിലെത്താൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നിരിക്കെയാണ് സഭാ നേതൃത്വങ്ങളെ അനുനയിപ്പിക്കാൻ BJP നേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അതിനിടയിലാണ് മണിപ്പൂരിലും ജാർഖണ്ഡിലും ജബൽപൂരിലും ഒറീസയിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമടക്കം ക്രൈസ്തവ പുരോഹിതരും കന്യാസ്ത്രീകളും ഹിന്ദു സംഘടനകളാൽ ആക്രമിക്കപ്പെടുന്നത്. ഇന്നാണ് ഛത്തീസ്ഗഡിൽ കുങ്കുരി ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബിൻസി ജോസഫിനെതിരെ ഇവിടുത്തെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പരാതിയുടെ പേരിൽ കള്ളക്കേസ് എടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥിനി മതപരിവർത്തനം ആരോപിച്ച് വിദ്യാർത്ഥിനി പരാതി കൊടുത്തത് പതിവായി കോളേജിൽ വരാത്തതിൻ്റെ പേരിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകാതിരുന്നതിൻ്റെ പേരിലാണെന്ന ആരോപണം ശക്തമാണ്. ജബൽപൂരിൽ മലയാളി വൈദികൻ തല്ലുകെട്ടിയത് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പോയി വൃത്തികേട് കാണിച്ചതിനാണെന്നാണ് BJP ദേശീയ കൗൺസിൽ അംഗം PC ജോർജ് പ്രസ്താവിച്ചത്. RSS മുഖപത്രമായ ഓർഗനൈസർ കത്തോലിക്കാ സഭയുടെ ആസ്തി ചൂണ്ടിക്കാട്ടി ഇതിനെതിരെയാണ് ലേഖനം എഴുതിയത്. ഇത്തരത്തിൽ രാജ്യവ്യാപകമായി ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾ പതിവായതോടെ വിശ്വാസികൾക്കിടയിൽ BJPയോടുള്ള വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്. BJP അനുകൂലിക്കുന്ന കാസ, കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സംഭവങ്ങളിൽ മൗനം പാലിക്കുന്നതോടെ BJPക്ക് അനുകൂലമായി ഇവർ നടത്തുന്ന ഡിജിറ്റൽ പ്രതികരണങ്ങളുടെ വിശ്വാസ്യതയും തകർന്നിരിക്കുകയാണ്. ഫലത്തിൽ ക്രൈസ്തവ സഭകളെയും വിശ്വാസികളെയും ഒപ്പം നിർത്താനുള്ള BJP അജണ്ടയാണ് പൊളിയുന്നത്.